2026 പൊതുകടം 7 ലക്ഷം കോടി രൂപയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കണക്കത്രയും പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് നോട്ടമെറിയുകയാണ് 2020 എന്ന പാർട്ടി. 2026 2020 പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ 10 വർഷത്തിനുള്ളിൽ അഴിമതിയും ധൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുകടം തീർത്ത് മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപം ഇടുമെന്നുമാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് നൽകുന്ന ഉറപ്പ്. 2015 35 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് 8 വർഷത്തിനുള്ളിൽ 22 കോടി രൂപ മിച്ചം പിടിക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവനും മാതൃകയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഭരണകാലത്ത് കീറി മുറിച്ചുകൊണ്ടായിരുന്നു സാബുവിന്റെ ഓരോ വാക്കും. കേരളം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം 2000 കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രതിദിനം ഒരു കൊലപാതകവും 7 ബലാത്സംഗങ്ങളും നടക്കുന്നു. 14 കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. 60 സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമാകുന്നു. കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബ്ബ് കൂടിയായിരിക്കുന്നു. 2023 35,000 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ദിവസം 100 കേസുകൾ. 2016 മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് 43 ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നത്. ഇക്കാലയളവിൽ 55,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യയും ചെയ്തത്. 2020 പാർട്ടി അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇനി 5 വർഷത്തിനുള്ളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ നിക്ഷേപ പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുമെന്നും സാബു പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്കും മാസം 5000 രൂപ പെൻഷൻ നൽകും. കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില 50% വരെ കുറയ്ക്കുമെന്നും സാബു ഉറപ്പിക്കുകയാണ്. മരുന്നിന്റെ വിലയും 50% വരെ കുറയ്ക്കും. അങ്ങനെ വിലക്കയറ്റത്തിന്റെ അധിക ഭാരം ജനങ്ങളുടെ ചുമലിൽ നിന്നും ഒഴിവാക്കുമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ 6 ജില്ലകളിലായി 95 ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കും. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളത്തിൽ 2020 പാർട്ടിക്ക് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലെന്ന് സാബു ഉറപ്പിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഇത് പിണറായി വിജയന് കൊള്ളുക തന്നെ ചെയ്യും.